ഇവിടെ തലമുറയിട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഒരുപാട് ചെറുപ്പക്കാർ കടന്നു വന്നിരിക്കുന്നു. അതെന്തിനാണ്? ഇവിടെ അലമുറയിട്ടുകൊണ്ട് ആകാശത്തിന്റെ അനന്തതയിലേക്ക് മുഷ്ടി ചുരുക്കി വിളിച്ച് ഗുലാബ് വിളിച്ച് ഒരുപാട് സഖാക്കൾ കടന്നു വരുമ്പോ ഞങ്ങൾക്കൊന്നു മാത്രമേ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടുത്തെ അധികാരി വർഗത്തിന്റെ മർദ്ദക ഉപകരണങ്ങളും അധികാരി വർഗത്തിന്റെ തോക്കും ലാത്തിയും പയനറ്റുമെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കുക. മറിച്ച് ഞങ്ങളുടെ വലതുകൈയിൽ ഒരു സ്ഥാനം മാത്രമേ ഉണ്ടാകൂ. ഞങ്ങളുടെ വലതുകൈയിൽ ഒരുപാട് സഖാക്കളുടെ ഹൃദയരക്തത്താൽ ചുവന്ന ചെങ്കൊടി മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾക്ക് കടന്നു വരാൻ പ്രിയപ്പെട്ടവരെ, CIO SP അഭിലാഷോ ഏത് ഏമാന്മാരും നിങ്ങൾക്ക് ഈ നാടിന്റെ ചങ്കുറപ്പാർന്ന യുവത്വത്തിനു നേരെ നിങ്ങൾക്ക് വെടിയുതിർക്കാം. പക്ഷേ ഈ സമരത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോകാതെ വർദ്ധിത വീര്യത്തോടുകൂടി കുതിച്ചു മുന്നേറാൻ ഞങ്ങളുടെ കൈകളിൽ ചെങ്കൊടി ഉണ്ടാകും. അത് ഏതെങ്കിലും ജന്മി തമ്പുരാൻ അവന്റെ വായിൽ മുറുക്കി തുപ്പിച്ചു കൊന്നതല്ല, മറിച്ച് 10,000-കണക്കിന് മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്നും ഉതിർന്നുപോയ ചോരയാണ് കുതിർന്നത് എന്ന് ചരിത്രം നിങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വെല്ലുവിളിക്കാനല്ല ഞങ്ങൾ ഈ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചത്. ആരെയും മൂക്കി വലിച്ചു കയറ്റാനല്ല ഞങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ സായാഹ്നം സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നേരെ ആരും കുതിര കളിച്ചു വരേണ്ട, ഞങ്ങളുടെ നേരെ ആരും പോറ് വിളിച്ചു വരേണ്ട. ഞങ്ങളുടെ നേരെ പോറ് വിളിച്ചു വന്നാൽ ഒരു പക്ഷേ ഇന്ന് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഓർമ്മയിൽ, ഞങ്ങളുടെ ചെവിയിലൊക്കെ നിങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദം ഉണ്ടാകും. ഏതെങ്കിലും വഴിയിടത്തിൽ നിന്ന് തിരിച്ചടിക്കാൻ കരുത്തുള്ള ചങ്കുറപ്പാർന്ന ചെങ്കൊടി പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ഒരു 1000 ആവർത്തി വിളിച്ചു പറയാൻ ഇവിടെ യുവത്വവും അതുപോലെ തന്നെ ആളുകളുമുണ്ട് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്നും പത്രങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളും കാണാറുണ്ട്, സമരം എന്തിനാണ് എന്ന് നമ്മോട് അച്ചടി മാധ്യമങ്ങൾ ഓരോ ദിവസവും ചോദിക്കാറുണ്ട്. സമരം എന്തിനാണ് എന്ന് ചരിത്രം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചരിത്രം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പുന്നപ്ര വയലാറും കാവുംബായും ഉലയംകുന്നും പാടിക്കുന്നും ദേവാലയം തെലുങ്കാനയും ഗമ്മുവുമെല്ലാം ഇന്ത്യയിലോ കേരളത്തിലെയോ ചിതറിക്കിടക്കുന്ന പ്രദേശമായിരുന്നില്ല, മറിച്ച് 10,000-കണക്കിന് സഖാക്കൾ അവരുടെ ഈ ഒരു നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഒരു നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി നട്ടൽ നിവർത്തിക്കൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഏടുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ല. അവിടെ നിങ്ങൾ ഇന്ന് കാണുന്ന ഭരണകൂടത്തിന്റെ അധികാരി വർഗത്തിന്റെ ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരുപാട് ആയുധ ശേഖരങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഭരണകൂടത്തിന്റെ എല്ലാ ഉപകരണങ്ങളും വെച്ചുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ വിലയിരുത്താൻ ശ്രമിക്കേണ്ടതില്ല. ഒറ്റക്കാലം നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഏതെങ്കിലും അന്തി ഉറങ്ങുന്ന സമയത്ത്, ഏതെങ്കിലും പാതിരാവിന്റെ സമയത്ത് വീടിന് ഒരാളും അല്ലെങ്കിൽ വീടിന്റെ ഒരു സഖാക്കളോ ആളുകളൊന്നുമില്ലാത്ത സമയത്ത് സ്ത്രീകളെയും അതുപോലത്തെ വയോധികരായ വൃദ്ധന്മാരെയും എല്ലാം നിങ്ങൾ ഞെട്ടിക്കാൻ വേണ്ടി, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ ഞെട്ടിക്കാൻ വേണ്ടി വരികയാണ്. അഭിലാഷ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി, ഇവിടുത്തെ പോലീസ് സേവന്മാരെ സൂചിപ്പിക്കാനുണ്ട്. രാത്രി മയങ്ങുന്ന സമയത്ത്, അന്തി ഉറങ്ങുന്ന സമയത്ത്, വീട്ടിൽ ഒരാളും ഇല്ലാത്ത സമയത്തല്ല ആണത്തം കാണിക്കേണ്ടത്. ആണത്തം കാണിക്കാൻ നേരത്തെ മുദ്രാവാക്യം വിളിച്ച പോലെ നിങ്ങൾ നിറച്ച വെടിയുണ്ടെങ്കിൽ വെക്കടമാറി നെഞ്ചിലേക്ക് എന്ന് പറഞ്ഞ പോലെ ആണത്തമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ നെഞ്ചു മുന്നിലേക്ക്, ഞങ്ങളുടെ മുന്നിലേക്ക് തികച്ചും സ്വതന്ത്രമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക. ഞങ്ങളുടെ കയ്യിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഇടതുവശത്ത് പാടിക്കളക്കുന്ന ചെങ്കൊടി ഉണ്ടല്ലോ, ആ ചെങ്കൊടി ആകാശത്തിന് അനന്തതയിലേക്ക് നീട്ടിപ്പിടിച്ച് ഞങ്ങൾ വരും. നിങ്ങൾ വെടിവെക്ക്, നിങ്ങൾ എപ്പോ വെടിവെച്ചു കഴിഞ്ഞാലും പുറകോട്ട് പോകില്ല, മറിച്ച് മുന്നോട്ട് കുതിച്ചു പോകാൻ ഞങ്ങൾ കൈകൾ ഊർജ്ജമുണ്ടാകും. ഞങ്ങളുടെ വലത് കൈയിൽ ശിരയിൽ ചോരയോട്ടം ഉണ്ടാകും. ഞങ്ങളുടെ ശിരയിലെ ചോരയോട്ടം അവസാനിക്കുന്നവരെ, ഞങ്ങളുടെ അവസാനത്തെ ശ്വാസത്തിന്റെ കുമരയും മണ്ണിലേക്ക് അലിയുന്നതുവരെ, ഞങ്ങളുടെ ശ്വാസം അവസാനത്തെയും ആകാശത്തിന് അന്തതിലേക്ക് അവസാനിക്കുന്നവരെ ഇൻകുലാവ് വിളിക്കും ഞങ്ങൾ. ഈ സമരത്തിന് മുന്നിലും പിന്നിലും ഉണ്ടായി DYFI ഉണ്ടാകുമെന്ന് ഈ നാടിനെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ നാടിന്റെ മാനാഭിമാനം കാക്കാൻ, ഈ നാടിന്റെ നിലനിൽപ്പിനെ കാക്കാൻ, ഈ നാടിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ DYFIയും ഈ നാടിന്റെ CPM ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഈ വൈകിയ വേളയിൽ, ഈ മഞ്ഞുമായുന്ന സായന്ത്രത്തിൽ ഞങ്ങൾ ഈ നാടിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരും ഞങ്ങളുടെ മുമ്പിലേക്ക് കുതിര കളിച്ചു വരേണ്ട, ആരും ഞങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരേണ്ട. തിരിച്ചടിക്കാൻ കെൽപ്പും തിരിച്ചടിക്കാൻ ചങ്കുറപ്പുമുള്ള പ്രസ്ഥാനമാണ് എന്ന്
നിങ്ങൾ നടത്തുന്ന സമരത്തിന്, നിങ്ങൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ ഒരു വൈകിയ വേളയിൽ അരീക്കോട് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ പ്രലോഭനങ്ങളുമായി കടന്നു വന്നേക്കാം. നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരുപാട് മർദ്ദക ഉപകരണങ്ങളുമായി ആരെങ്കിലും കടന്നു വന്നേക്കാം. നിങ്ങളെ മടിത്തട്ടിലേക്ക് കനമുള്ള പണത്തിന്റെ കൊഴുപ്പ് ഇട്ടുതരാൻ ആരെങ്കിലും ഉണ്ടായേക്കാം. അതെല്ലാം നിങ്ങൾ അറിയിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂദാസിനെ കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യൂദാസുകൾ ഒരുപാടുണ്ടായിരുന്നു ചരിത്രത്തിൽ. യേശുക്രിസ്തുവിന്റെ ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒറ്റുകാർ ഒരുപാടുണ്ടായിരുന്നു ചരിത്രത്തിൽ. പക്ഷെ ഒന്ന് നോക്കണം, ഒറ്റുകാർ ഈ നാടിന്റെ മുഖത്ത് നോക്കി പല്ലിച്ചുകൊണ്ടോ, ഈ നാടിന്റെ മുഖത്ത് നോക്കി ചണ്ടിത്തരം കാട്ടിക്കൊണ്ടോ, തെണ്ടിത്തരം കാട്ടിയത് കൊണ്ടല്ല ചരിത്രം മാറിയത്. മറിച്ച് നിങ്ങൾ ആരെയാണോ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചത് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉതിർന്ന ചോരയാണ് ഈ നാട് മാറിയതെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തെരുവിൽ ചിതറിക്കിടക്കുന്ന ചോരയാണ് ചരിത്രം മാറിയത് എന്ന് ഈ നാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അരീക്കോട് ബ്ലോക്ക് കമ്മിറ്റി ഡിവൈഎഫ്ഐക്ക് വേണ്ടി സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ.